ദിവസമായി നാം വാഴ്ത്തപ്പെട്ടത്. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. എന്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പൗലോസ് ഗലാത്യ സഭയോട് പറയുന്നതാണ്, എന്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞിനെ അല്ലേലിയ ഗർഭം ധരിച്ച ആ സ്ത്രീ അല്ലേലിയ അല്ലെങ്കിൽ ആ സഹോദരി ആ പ്രസവ സമയത്ത് പ്രസവവേദനപ്പെടുന്ന ആ കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ വേണ്ടി ഇത്രയും കാലം അതിന്റെ ഉള്ളിലായിരുന്നു. ഇപ്പൊ അതിനെ പുറത്തേക്ക് നൽകുവാൻ ആ സമയമാകും പ്രസവവേദനപ്പെടുന്ന സ്ത്രീയോട് ചേർത്ത് പിടിച്ചിട്ടാണ് അല്ലേലിയ പൗലോസ് പറയുന്നത്, ഗലാത്യ സഭയിലെ അല്ലെ ഗലാത്യയിലുള്ള ജനങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം പൗലോസും ആ പ്രസവവേദനപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെ അതൊരു ആത്മഭാരമാകട്ടോ. ഇതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ശരിയായിട്ട് ചിന്തിച്ചു വിട്ട് വേണം പഠിക്കാൻ. അല്ലേ? അപ്പൊ ആത്മാക്കളെ സമ്പാദിക്കുവാൻ വേണ്ടി, ആത്മാക്കളെ നേടുവാൻ വേണ്ടി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അല്ലേ ഒരു ഗർഭസ്ഥ സ്ത്രീയോടുകൂടെ ഉപമിക്കുകയാണ്. ഈ ലോകത്തിന്റെ പാപത്തിന്റെ മാലിന്യങ്ങൾ തകർത്ത് കടക്കുന്ന ജനത്തിന് ക്രിസ്തുവുമായി യാതൊരു ബന്ധമില്ലാതെ നിത്യമായ നരകത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഓർത്ത് പ്രസവവേദനപ്പെടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവരാണ് ദൈവമക്കൾ എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹം. ക്രൈസ്തവ സമൂഹം ഈ സുവിശേഷം വിളിച്ചു പറയുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്രൈസ്തവ വിശ്വാസി അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കെതിരെ നിങ്ങൾ ആക്രോശത്തോടെ വരത്തില്ല. അതിന് കാരണസ്വഭാവി താങ്കൾ പാപിയായ മനുഷ്യനാണ്. പാപം തന്റെ ശരീരത്തിൽ വസിക്കുന്നുണ്ട്. പാപത്തിന് അധീനമായ കൂടാരമാണ് താങ്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് താങ്കളുള്ള പാപത്തെ നീക്കിക്കളഞ്ഞ് ക്രിസ്തു നിങ്ങൾ ഉരുവാകണമെന്നാണ് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രമാണമാണ്. അല്ലേ? ക്രൈസ്തവ വിശ്വാസ പ്രമാണം ദൈവം എഴുതി തന്ന വചനമാണ്. ആത്മാക്കൾക്ക് വേണ്ടി പ്രസവവേദനപ്പെടുക. ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു എന്ന് പറയാം. അപ്പൊ ആത്മാക്കൾക്ക് വേണ്ടി ഗർഭവേദന അനുഭവപ്പെടുന്ന അമ്മമാരെ പോലെ ഇന്ന് നാം പ്രാർത്ഥനയ്ക്ക് വരണം. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്തത് എന്ത് ചെയ്യണം? നാം പ്രാർത്ഥന ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ലോകം മുഴുവൻ അധാർമിക കൊണ്ട് നിറയപ്പെട്ടുകൊണ്ടിരിക്കുക, ലോകം മുഴുവൻ അക്രമം കൊണ്ട് നിറയപ്പെട്ടുകൊണ്ടിരിക്കുക. മനുഷ്യനെ സ്നേഹിപ്പാൻ കഴിയാതെ രക്തച്ചൊരിച്ചിലാണ് ലോകമെമ്പാടും നടക്കുന്നത്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ജനങ്ങളുടെ ചോരയാണ് ഭൂമി വീണുകൊണ്ടിരിക്കുന്നത്. അല്ലേരിയ പ്രത്യേകിച്ച് അല്ലേരിയ മറ്റ് അയൽ രാജ്യങ്ങളായിരിക്കുന്ന സിറിയയിലും അതുപോലെ തന്നെ നൈജീരിയയിലും ആഫ്രിക്കയിലൊക്കെ സുഡാനിലൊക്കെ ലക്ഷക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികളെ രക്തം ചൊരിയിക്കുമ്പോഴും എന്നെ കേൾക്കുന്ന പ്രസവനാമി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനാന്ന് പറയുക? നിങ്ങൾ ക്രിസ്തു ഉരുവാകുവാൻ. നിങ്ങൾ ക്രിസ്തു ഉരുവാകാത്തതുകൊണ്ട്, നിങ്ങൾ ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ രക്തച്ചൊരിച്ചിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കഠിന പാപമാണ് ലരിയ. നിങ്ങൾ ഒഴുകുന്ന ഓരോ രക്തത്തിനും ദൈവം എണ്ണി കണക്ക് ചോദിക്കുന്ന ദിവസമുണ്ട്. നിങ്ങൾ ഇന്ന് ചൊരിയുന്ന രക്തം അനേകരെ വെടിവെച്ചും കൊന്നും ചവിട്ടിയും അടിച്ചും മെതിച്ചും വെറും ക്രൂരമായ രീതി കൊന്നൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും, നിങ്ങൾ ആർപ്പിടാറുണ്ട്. പക്ഷേ നിങ്ങളെ ആർപ്പുമാറി നിങ്ങൾ കണ്ണുനീരൊഴുക്കുന്ന ദിവസത്തിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങൾക്കൊരു പരിഹാരം വരുത്തുവാൻ യേശു ആഗ്രഹിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആയുധമെടുത്ത് പോരാടുന്നത്. ഞങ്ങൾക്ക് കഴിവും പ്രാപ്തിയും ആരോഗ്യവും ഒക്കെ ഉണ്ട്. നിങ്ങളെപ്പോലെയൊക്കെ സായുധ സന്നദ്ധരായി നിൽക്കാൻ ഞങ്ങൾക്കും കഴിയും. പക്ഷെ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചത് ഞങ്ങളുടെ കർത്താവ് പഠിപ്പിച്ച മാതൃകയാണ്. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്തിനാണ്? നിങ്ങൾ ക്രിസ്തു ഉരുവാകുവോളം. അല്ലേ? അതിന്റെ ഒരു പ്രസവപ്പെടുന്ന സ്ത്രീയെപ്പോലും ഞങ്ങൾ രാവും പകലുമില്ലാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്.
അപ്പൊ ഇവിടെ ഭൗമിക നിലയിൽ അല്ലെങ്കിൽ അഥവാ ലൗകിക നിലയിൽ നിന്നും അല്പം അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് നമ്മൾ മാറി ചിന്തിക്കണം. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ലൗകികമായ നില, ഭൗമികമായ നില, ഈ ലോകത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പോകാതെ ആത്മീയ തലങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഗർഭത്തിൽ രണ്ട് ശിശുക്കൾ തമ്മിൽ തിക്കുന്നത് പോലെ നിങ്ങളുടെ ആത്മാവിനെയും രണ്ട് വൈശക്തികൾ തിക്കിക്കൊണ്ടിരിക്കുക. ഒരമ്മയുടെ ഉദരത്തിൽ രണ്ട് കുട്ടികൾ ഒന്നിച്ച് ജന്മം കൊള്ളുമ്പോൾ രണ്ട് കുട്ടികളും ആ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് തിക്കുന്നത് പോലെ തന്നെ ഈ ലോകത്തിൽ മനുഷ്യൻ രണ്ട് ശക്തികളെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേറിയ എന്തുകൊണ്ട് വിശുദ്ധിക്കും പാപത്തിനുമുള്ള പോരാട്ടം. അത് വിശുദ്ധിക്കും പാപത്തിനുള്ള പോരാട്ടം. നിങ്ങളുടെ ഉള്ളിൽ വിശുദ്ധിയെ തികയ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. സാത്താൻ ആഗ്രഹിക്കുന്ന നിന്റെ ഉള്ളിൽ പാപം കൊണ്ടുവരണം. അപ്പം പാപവും വിശുദ്ധിയും തമ്മിൽ വളരെ കഠിനമായ പോരാട്ടമാണ് മനുഷ്യ ജീവിതത്തിൽ നടക്കുന്നത്. അല്ലേലിയ. അതുകൊണ്ട് ഓരോ ജനവും ഇതിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുക തന്നെ വേണം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന ശ്രോതാവി, ക്രിസ്തു ഉരുവാകുമെങ്കിൽ മാത്രമേ നിനക്ക് ആത്മീയ ജീവിതത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ലേലിയ. നിങ്ങൾക്കൊരു ആത്മീയ ജീവിതം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടാകണം. ഇതിനെപ്പറ്റി ക്രിസ്തു നിങ്ങൾ ഉരുവാകുള്ളൂ എന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞുങ്ങളെ എന്നിവിടെ പൗലോസ് പറയുമ്പോൾ, സംബോധന ചെയ്യുമ്പോൾ, ഈ യോഹന്നാൻ തന്റെ ലേഖനങ്ങളിൽ പറയുന്ന ഈ രീതിയിലാണ് പൗലോസ് ഇവിടെ ഈ വാക്യം ഉപയോഗിക്കുന്നത്. ലേലിയ. കാരണം ഒരു സഭാ നേതാവിന്റെ സ്നേഹമനസ്സോടെ സംബോധന ചെയ്യുന്ന ഒരു അനുഭവമാണ്. ക്രിസ്തു അവർ ഉരുവാകാൻ വേണ്ടി പൗലോസ് പ്രസവവേദനപ്പെടുന്നതായി. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 28 പറയുന്ന തന്റെ ചിന്താഭാരത്തോട് താരതമ്യം ചെയ്യാവുന്നതാണ്. പ്രൈസറോട്. ഹല്ലേലൂയ. താരതമ്യം ചെയ്യാവുന്നതാണ് ഈ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. വീണ്ടും ദൈവത്തിനെ വായിക്കുമ്പോൾ എന്നാൽ ഇവിടെ പറയുന്നത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ഗലാത്യന് ഉരുവാകുക. ഉരുവാകുക. പ്രൈസറോ. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഗലാത്യന് ക്രിസ്തു ഉരുവാകുക, അല്ലെങ്കിൽ ക്രിസ്തു അവൻ ജനിക്കുക. ഞങ്ങളും അതാണ് ആഗ്രഹിക്കുക. ഒന്നിൽ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകണം, അഥവാ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ജനിക്കണം. യേശു നിന്റെ ഹൃദയത്തിൽ വന്നാൽ, യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ പാപ സ്വഭാവങ്ങൾ മാറും. കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്തിന്റെ പാപമാകുന്ന മാലിന്യങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ ചവറ് പോലെ നിന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുകയാണ്. ലോകത്തിന്റെ പാപങ്ങൾ, ആ ലോകത്തിന്റെ പാപം ചവറ് പോലെ നിന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുമ്പോൾ അത് ദുർഗന്ധം ഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആ ദുർഗന്ധത്തെ മാറ്റി നീ സൗരഭ്യമായി മാറണമെങ്കിൽ, ക്രിസ്തുവിന് സൗരഭ്യമായി മാറണമെങ്കിൽ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉരുവാകണം. പ്രൈസലോ. അല്ലെങ്കിൽ ലോകത്തിന്റെ മാലിന്യങ്ങൾ നിന്റെ ഉള്ളിൽ വന്നിട്ട് നീ അവനെ ചവറാട്ടി നാറുന്നത് പോലെ നീ ലോകത്തിന്റെ ദുർഗന്ധമായി മാറും. പ്രൈസലോ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത്, ഹല്ലേലൂയ, എന്നാൽ ഇപ്പോൾ അവർ ന്യായപ്രമാണത്തിന് കീഴിലേക്ക് പോകുന്നതിനാൽ അവർക്ക് വേണ്ടി പിന്നെയും പ്രസവവേദന അനുഭവിക്കേണ്ട സ്ഥിതി വന്നിരിക്കുകയാണെന്ന് താൻ ശബ്ദം ഉയർത്തി പറയുക എന്ന് പറഞ്ഞാൽ സകല ജനങ്ങളും അവരവരുടേതായ പഴയ പ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് കൊണ്ടും ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് വേണ്ടത്ര ബോധ്യമില്ലാത്തത് കൊണ്ടും അവരുടെ ഉള്ളിൽ പാപം പെരുകുന്നു. രക്തക്ഷയം. ഹല്ലേലൂയ. ഉടനെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ ഉള്ളിൽ വളരുന്ന, നിങ്ങളുടെ ഉള്ളിൽ കുട്ടിക്കൊള്ളുന്ന പാപത്തെ നിങ്ങൾ പുറത്താക്കണം. രക്തക്ഷയം. നിങ്ങൾക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയണം, സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയണം. നിങ്ങളെപ്പോലെ തന്നെ ആത്മാവും ജീവനും പ്രാണനുമുള്ള, ആത്മാവിനും ജീവനും ശരീരവുമുള്ള ജനത്തെ, അവൻ ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നു, ഏത് മതത്തിൽപ്പെട്ടവനായിരുന്നാലും, ഏത് കുലത്തിൽ, ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നാലും, അവൻ ഏത് രാജ്യക്കാരനായിരുന്നാലും അവന് സ്വന്തം സഹോദരനെ പോലെ ചേർത്ത് പിടിക്കണം, സ്വന്തം സഹോദരിയെ പോലെ ചേർത്ത് പിടിക്കണം. അവിടെയാണ് ക്രിസ്തുവിന്റെ സ്നേഹം തന്നെ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കിടക്കുന്നവരും പട്ടണത്തിൽ ഗ്രാമങ്ങളിൽ കിടക്കുന്നവരും വനത്തിൽ ജീവിക്കുന്നവരുമുണ്ട്. അവരെല്ലാം മനുഷ്യരാണ്. ഞാനും നിങ്ങൾ ഉടുത്തൊരുങ്ങി നല്ല സുഖലോലുപ ജീവിതം നയിക്കുന്നവരായിരിക്കാം. നമ്മളൊക്കെ നല്ല ആഡംബര ജീവിതം നയിക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ വളരെ ശ്രേഷ്ഠതയുള്ളവനായിരിക്കാം. നിങ്ങളെപ്പോലെ തന്നെ ഒരു വ്യക്തി വഴിയിൽ യാചകനായിട്ടും കിടപ്പുണ്ട്. നിങ്ങൾ വലിയ സൗദത്തിൽ താമസിക്കുന്ന യാചകൻ പെരുവഴിയിലാണ് കിടക്കുന്നത്. അവന് നിങ്ങളും ഒരു മാറ്റവുമില്ല.
നിങ്ങൾക്ക് പണമുണ്ടും അവന് പണമില്ല, പക്ഷെ അവനും ആത്മാവും പ്രാണ ശരീരവുമുണ്ട്, നിങ്ങൾക്കും ആത്മാവും പ്രാണ ശരീരമുണ്ട്. രണ്ടുപേർക്കും ദൈവം വെച്ചിരിക്കുന്ന ഒരേ അനുഭവം, മരിച്ചാലും അല്ലെ മരണം, അല്ലെ വരിക. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ സ്നേഹിത, നിന്റെ ഉള്ളിലെ കഠിനമായ പാപ സ്വഭാവങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലേലിയ. ക്രിസ്തുവിന്റെ ഉള്ളിൽ ഉരുവാകാത്തത് കൊണ്ടാണ് ഈ ലോകത്തിന്റെ സകല മ്ലേച്ഛതയിലേക്ക് പോകുന്നത്. മനുഷ്യൻ മദ്യപിക്കുന്നു, പുകവലിക്കുന്നു, വെറ്റില മുറുക്കുന്നു, തമ്പാക്ക് തിന്നുന്നു, മനുഷ്യൻ ചീത്ത വിളിക്കുന്നു, മനുഷ്യനെ അട്ടിക്കുന്നു, രാഷ്ട്രീയപ്രീതമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വർഗീയതയ്ക്കും മനുഷ്യൻ ഓടുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി തമ്മിൽ അടിക്കുന്നു, അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കാൻ വേണ്ടി വൈറലാകാൻ വേണ്ടിയിട്ട് പല നിലയിലാണ് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. ചിലപ്പോൾ മനുഷ്യൻ വൈറലാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പോലീസുകാരെ അടിക്കും, അവർക്കതിന് ചീത്ത വിളിക്കും, അസഭ്യം വിളിച്ചു. എന്തിനാ? ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വൈറലെന്നാകണം, പേരെടുക്കണം, പ്രശസ്തിയാണ്. ഇതൊക്കെ നിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് നിന്റെ ഉള്ളിൽ പാപം വസിക്കുന്നതുകൊണ്ടാണ്. നിന്നെക്കുറിച്ച് നിന്റെ മാതാവിനും പിതാവിനും വളരെ പ്രതീക്ഷയുടെ പ്രത്യാശയുണ്ടായിരുന്നു. അവർ നിന്നെ വളർത്തിയെടുത്തത് നിന്നെക്കുറിച്ച് വലിയ കണക്കുകൂടലോടുക. പക്ഷേ നീ ഈ രാജ്യത്ത് രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോയി കുടിപിടിച്ച് നീ പൊതുവഴിയിലിറങ്ങി തമ്മിലടിച്ച് അധികാരികളെ ചീത്ത വിളിച്ചു തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അവർക്കെതിരെ നീ വാളും പടിയെടുത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിന്റെ ഉള്ളിലെ മാലിന്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. എൻ്റെ ശരിയ, ഇതൊക്കെ നിന്റെ ഉള്ളിലെ മാലിന്യങ്ങളാണ്. ഞാനത് പറയും, കാരണം ഞാൻ 10-25 വർഷമേ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ നടന്ന് പാപമാകുന്ന മാലിന്യം ചുമന്നുകൊണ്ട് നടന്നതാണ്. പ്രൈസറോ ലേരി. അതുകൊണ്ട് ഈ സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി, അധികാരത്തിനു വേണ്ടി നീ ഓടി നിന്റെ ജീവിതം തകർക്കരുത്. അല്ലേലിയ. അപ്പൊ നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലേലിയ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, അല്ലേലിയ, സ്തോത്രം. ഗലാത്യ ലേഖനത്തിലേക്ക് ഒരു 5-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നത്, ഗലാത്യ ലേഖനം അല്ലെങ്കിൽ 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കും, ഇങ്ങനെ കാണുന്നുണ്ട്. അല്ലേലിയ, സ്തോത്രം. ഗലാത്യന് 5-ാം അധ്യായം 16 തൊട്ട് വായിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഒരു മനുഷ്യൻ എന്താണ്? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ജഡത്തിന്റെ മോഹം നമ്മൾ ഉണ്ടാകാതെ, ജഡത്തിന്റെ മോഹത്തിലേക്ക് നീ പോകാതെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. ആത്മാവിനെ അനുസരിച്ച് നീ ജീവിക്കണമെങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉരുവാകണം. ജഡത്തിന്റെ ആത്മാവ് നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കും. പക്ഷെ നീ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉരുവായാൽ, അല്ലേടിയ, ക്രിസ്തുവിന്റെ ഉള്ളിൽ ഉരുവാകുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ ഉള്ളിൽ തരും. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വരുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ കഴിയും. അല്ലേടിയ. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതിൽ ജഡത്തിന്റെ മോഹമാ. നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഉന്നതാധികാര സ്ഥാനങ്ങളിൽ എത്തണമെന്നുള്ള ജഡത്തിന്റെ മോഹമാണ്. ലേരിയ. സംസ്ഥാനത്തിന്റെ മന്ത്രിയാകണം, അധികാരത്തിൽ വരണം, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കണം, പേരെടുക്കണം, പ്രശസ്തി എടുക്കണം, എന്നെ എല്ലാവരും അംഗീകരിക്കണം, എനിക്ക് ഇടത്തും വലത്തും ആളുണ്ടാകണം, മുമ്പ് ആളുണ്ട്, എന്റെ ഭാഗ്യം ചുമക്കാൻ ആള് വേണം, അല്ലെങ്കിൽ എനിക്ക് എസ്കോർട്ടണം, അവള് വണ്ടി ഉണ്ടായിരിക്കണം, എനിക്ക് മന്ത്രി കസേരയിൽ ഇരിക്കണം, ഒക്കെ ജഡത്തിന്റെ മോഹമാണ് കേട്ടോ. ആത്മാവിലല്ല താങ്കൾ ജഡത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ അധികാരത്തിന് വേണ്ടി താങ്കൾ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. ഈ ഇവിടുത്തെ അധികാരത്തിന് വേണ്ടി കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു മന്ത്രി കസേരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ എത്ര പേരുടെ രക്തം ചൊരിയിക്കുന്നുണ്ട്? രാഷ്ട്രീയക്കാരാ നിങ്ങൾ. താങ്കൾ ഒരു കസേരയിൽ, മന്ത്രി കസേരയിൽ എത്താൻ വേണ്ടി, MLA-യുടെ പോസ്റ്റിൽ, MP-യുടെ പോസ്റ്റിൽ എത്താൻ വേണ്ടിയിട്ട് താങ്കൾ എത്ര പേരുടെ രക്തം ചൊരിയിക്കുന്നുണ്ട്? എത്ര സമരങ്ങളും ബന്ധുക്കളും എത്ര പുതുമുല അടിച്ചു തീർക്കുന്നുണ്ട്? എത്ര ആളുകളെ താങ്കൾ ക്രൂരമായി ഉപദ്രവിക്കുന്നുണ്ട്? എത്ര നിയമാധികരെ, ക്രമസമാധാന പാലകരെ നിങ്ങൾ അസഭ്യം വിളിച്ചു പറഞ്ഞ്, ചീത്ത വിളിച്ചു പറഞ്ഞ് അവർക്കെതിരെ നിങ്ങൾ കടുത്ത പോരാട്ടം കൊണ്ടുവരുന്നുണ്ട്. എന്താ? നിന്റെ രാഷ്ട്രീയ കുതി കൊണ്ടാണ്. രാഷ്ട്രീയ കോമാളിത്തം നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. രാഷ്ട്രീയ കുതിന്റെ ഉള്ളിൽ അധികാരത്തിന്റെ പ്രബന്ധത്തിന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് നീ മറ്റുള്ള രക്തം ചൊരിയിച്ചിട്ട് അധികാരത്തിന്റെ കസേരയിൽ കയറിയുന്ന ദൈവത്തിന്റെ ന്യായവിധി നിനക്ക് വരും. ജഡത്തിന്റെ മോഹം അത് കേട്ടോ. പ്രൈസറോ അല്ലേലിയ. അപ്പൊ ജഡത്തിന് പോയി എന്നിട്ട് ജഡത്തേലും 5-ാം 17-ാമത്തെ വാക്യം, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാകുന്നു. അല്ലെങ്കിൽ ജഡാഭിലാഷം ആത്മാഭിലാഷം ജഡത്തിന്, രണ്ടും തമ്മിൽ പോരാണ്. അല്ലെങ്കിൽ ജഡം പറയും എന്റെ ആഗ്രഹം, ആത്മാവ് പറയും എന്റെ ആഗ്രഹം. ഇത് തമ്മിൽ ഭയങ്കര യുദ്ധത്തിലാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലാണ് അല്ലെങ്കിൽ ജഡാഭിലാഷവും ആത്മാഭിലാഷവും എന്ന് പറയുന്നത്. ഒരു സൈഡിൽ ജഡാഭിലാഷം സാത്താനും അവന്റെ കൂട്ടിൽ നിൽക്കുക, മറുസൈഡിൽ ആത്മാഭിലാഷവും ദൈവത്തിന്റെ ദൈവത്തിന്റെ ദൂതന്മാരെ നിൽക്കുക. ഏതിനോടാണ് നീ പൊരുതുന്നത്?
ഏതിനോടാണ് നീ പൊരുതി ജീവിക്കുന്നത്? ഇത് സഭയ്ക്കകത്തും കുടുംബത്തിനകത്തും ഒരു പോലെയാണ്. ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിൽ ഭയങ്കര വിരോധമായിരിക്കുന്നു. ഭാര്യ ഭർത്താവിനോട് ചേരത്തില്ല, ഭർത്താവ് ഭാര്യയോട് ചേരത്തില്ല, അമ്മായിയമ്മ മരുമകളോട് മരുമോൾ അമ്മായിയോട് ചേരത്തില്ല, മക്കളോട് ചേരത്തില്ല, അപ്പനും അമ്മയും തമ്മിൽ യോജിക്കത്തില്ല, അയൽവാസിയായിട്ട് ബന്ധമില്ല, സഭയ്ക്കകത്ത് ഇടർച്ച, സമൂഹത്തിലുള്ള ജോലി സ്ഥലത്തെല്ലാം പ്രശ്നം. ഇതെല്ലാം എന്താണ്? അല്ലെങ്കിൽ എന്താ? ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നവൻ അല്ലെങ്കിൽ സ്വന്തം നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമാണ്. അതാണ് ദൈവത്തിന് പറഞ്ഞത്. അപ്പൊ ഒരു വശത്ത് പാപത്തിന്റെ പ്രമാണവും മറുവശത്ത് ന്യായപ്രമാണവും പൗലോസിനോട് പോരാടി. ഒരു വശത്ത് പാപത്തിന്റെ പ്രമാണവും ഒരു വശം ന്യായപ്രമാണം പൗലോസിനോട് പോരാടി. പൗലോസ് രക്ഷിക്കപ്പെട്ട ആത്മീയനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലും പാപം വസിക്കുന്നുവെന്നറിഞ്ഞ് അദ്ദേഹത്തിന്റെ ആന്തരിക ജീവിതത്തിൽ പാപം മനുഷ്യനും ഉണ്ടായിരുന്നു. പൗലോസ് രക്ഷിക്കപ്പെട്ടവനാണ്, സ്നാനപ്പെട്ടവനാണ്. എങ്കിലും തന്റെ ഉള്ളിൽ, തന്റെ ആന്തരിക മനുഷ്യൻ പലപ്പോഴും പാപത്തിന്റെ ചിന്തകൾ കടന്നു വന്നിരുന്നു. ഹല്ലേലൂയ. ദൈവരൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട ആന്തരിക മനുഷ്യനും ഉണ്ടായിരുന്നു. ഇപ്പൊ പൗലോസിന്റെ ഉള്ളിലുണ്ട് പൗലോസിന്റെ ഉള്ളില് ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ ആന്തരിക ജീവിതത്തിൽ പാപമനുഷ്യനുണ്ട്. വീണ്ടെടുക്കപ്പെട്ടവനായതുകൊണ്ട്, ശുദ്ധീകരിക്കപ്പെട്ടവനായതുകൊണ്ട് സ്തോത്രൻ ദൈവരൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട ആന്തരിക രണ്ടും കൂടാണ് പൗലോസിൽ പോരാടുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശക്തമായി ഈ ദൂത് പറയുന്നത്. ഹല്ലേലൂയ. ചില സമയങ്ങൾ പാപം തല ഉയർത്തും. ഈ രണ്ടും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ചില സമയം പാപം തല ഉയർത്തും, ചില സമയങ്ങളിൽ വിശുദ്ധി തല ഉയർത്തും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ചില സമയത്ത് വിശുദ്ധി, ചില സമയത്ത് പാപം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം അങ്ങനെ. നമ്മൾ ചിലരെ കാണുമ്പോൾ ചില പഞ്ചപാപം പോലെ നിൽക്കും. ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ കാണില്ലേ, കൈയൊക്കെ കെട്ടി വളരെ താഴ്മയോട് തലയൊക്കെ കുന്നിച്ച് താഴ്ന്ന് സംസാരിച്ച് ഹല്ലേലൂയ ഭയങ്കര സൗമ്യമായിട്ട് അഭിനയിക്കും. ഹല്ലേലൂയ. അഭിനയിക്കാൻ ഭയങ്കര ബിരുദന്മാരാ. എന്നാൽ നമ്മളങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ തൊണ്ടയും കൊണ്ട് തുറന്നാലുണ്ടല്ലോ, നാമം കൊണ്ട് തുറന്നാണല്ലോ, പിന്നെ പുളിച്ച് തികട്ടുന്ന അശുദ്ധമായതാണ് വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇന്ന് പകലിനെ എടുത്ത് കളഞ്ഞോണം കേട്ടോ, മാനസാന്തരപ്പെട്ടോണം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഇവിടെ ദൈവം ചില സമയത്ത് എന്ത് ചെയ്യും? പാപം തല ഉയർത്തും, ചില സമയത്ത് വിശുദ്ധി തല ഉയർത്തും. ഹല്ലേലൂയ. നമ്മൾ ചില വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴല്ലോ, ഹല്ലേലൂയ, വീട്ടിൽ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ഭയങ്കര കോമഡി കണ്ടുകൊണ്ടിരിക്കുക, കോമഡി സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെ അങ്ങോട്ട് കാണുന്നവരുടെ ചാടി എണീറ്റ് TV ഒക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് സഹോദരിമാർ തലേ തുണിയൊക്കെ എടുത്തിട്ട് സഹോദരന്മാർ പെട്ടെന്ന് ഒരുങ്ങി കയ്യിലിരിക്കുന്ന മൊബൈലൊക്കെ താത്ത് വെച്ച് കസേര പസ്സോന്നു. എന്ത് വിശുദ്ധിയാണ്! അതുവരെ പാപം തല ഉയർത്തിരിക്കുകയായിരുന്നു. വീട്ടിനകത്ത് പാപം തല ഉയർത്തിരിക്കുകയായിരുന്നു. ജഡത്തിന്റെ അഭിലാഷത്തിന് നീ വീണിരിക്കുകയായിരുന്നു. പക്ഷെ വീട്ടിലേക്ക് ഇടയൻ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പം, പുരോഹിതൻ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ചാടി എഴുന്നേൽക്കുക, ശബ്ദക്കൂട്ടം എഴുന്നേൽക്കുക. വിശുദ്ധി, ആൾക്കാരെ കാണുമ്പോഴുള്ള വിശുദ്ധി. ഇതൊക്കെ ഗലാത്യ സഭയിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം നിന്റെ ജഡമനുഷ്യൻ മരിക്കണം, നിന്റെ ഉള്ളിൽ ആത്മീയ മനുഷ്യൻ ഉണ്ടാകണം, പാപം നിന്റെ ഉള്ളിൽ തല ഉയർത്താൻ പാടില്ല. അല്ലേ, സഹവിശ്വാസികളെ, സഹപ്രവർത്തകരെ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയണം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായി നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനെന്നാണ് 49 സംഖ്യ 20 വാക്യം വായിക്കുന്നത്. മാനത്തോടിരുന്നവനാ. അല്ലെങ്കിൽ ജഡം എഴുന്നേറ്റ് കഴിഞ്ഞപ്പം, പാപം തലപൊക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായി മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത്, ഹല്ലേലൂയ. അപ്പം ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലെങ്കിലോ എന്ന് പൗലോസ് പറയുക. എന്താണ് പൗലോസ് അങ്ങനെ പറയാൻ കാരണം? അതിന് നമുക്ക് റോമാലേഖനത്തിലേക്ക് വരുമ്പോഴാണ് അതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നത്. റോമാലേഖനം, ഹല്ലേലൂയ, സ്തോത്രം, 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 19-ാമത്തെ വാക്യം പറയാണ്, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലെങ്കിലോ ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയാണ്, ഹല്ലേലൂയ, പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഹല്ലേലൂയ. അവിടെ വായിക്കണം കേട്ടോ. വായിച്ചിട്ട് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. എന്നിട്ട് ദൈവത്തിന് വചനം പറയാണ്, ഹല്ലേലൂയ, സ്തോത്രം, അല്ലെങ്കിൽ അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം ഞാൻ കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തെ എന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നുവെങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ
എൻ്റെ അവയവങ്ങളിൽ കാണുമോ? ഉള്ളം കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലാണ് സന്തോഷിക്കുന്നെങ്കിലും തൻ്റെ ജഡത്തിൽ പാപത്തിന്റെ പ്രമാണമുണ്ടെന്ന്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, നീ എത്ര വിശുദ്ധനായിരുന്നാലും, നീ എത്ര വിശുദ്ധിയുടെ കോലാഹലം, വിശുദ്ധിയുടെ അല്ലേ നീ കാണിച്ചു കൂട്ടിയാല് നിന്റെ ഉള്ളിൽ പാപത്തിന്റെ പ്രമാണമുണ്ട്. അല്ലേ? ആ പാപത്തിന്റെ പ്രമാണത്തെ നീ നീക്കിക്കളയണം. നിന്റെ ഉള്ളിൽ വസിക്കുന്ന പാപത്തിന്റെ ചിന്തകൾ, ആ പ്രലോഭനത്തെ നീക്കി നീ വിശുദ്ധിയിലേക്ക് വരണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 7-ാം അധ്യായത്തിൽ പറഞ്ഞത്, പറയുന്നത്, നിങ്ങളുടെ ജഡത്തിലെ ആത്മാവിലെ സകല കൺവെർഷവും നീക്കണം. ജഡത്തിലും ആത്മാവിന്റെ കൺവെർഷൻ, സകല കൺവെർഷവും, ജഡത്തിലെ ആത്മാവിൽ സകല കൺവെർഷവും നീക്കി ആമീൻ ദൈവഭയത്തിൽ വിശുദ്ധ തികച്ചു കൊള്ളുക. അപ്പം നിങ്ങൾ ജഡത്തിലാകുന്ന സകല കൺവെർഷൻ നീക്കണം. ദൈവഭയം നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. വിശുദ്ധി തികക്കണം. അതിന് ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉരുവാകത്തിന് ചെയ്യണം. ക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. എന്റെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചെറുപ്രായം തൊട്ട് 36 വയസ്സുവരെ പാപത്തിന്റെ പ്രമാണത്തിൽ ജീവിച്ച് പാപ സ്വഭാവത്തിൽ നടന്നവനാ. എപ്പോഴും പാപം തല ഉയർത്തി മറ്റുള്ളവർക്ക് നേരെ ദോഷമായി ചിന്തിക്കുക, പ്രവർത്തിക്കുക എന്നൊരു അനുഭവമായിരുന്നു അന്നൊക്കെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ അനവധി സഭകളുണ്ട്, ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ദൈവസഭകളുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അതിരെ തന്നെയുണ്ട്. പാപത്തിന്റെ പ്രമാണം എന്നിൽ വസിക്കുന്നതുകൊണ്ടും എന്റെ അവയവങ്ങൾ അത് പോരാടുന്നത് കൊണ്ടും ഹല്ലേലൂയ അത് മനസ്സിലാക്കിയ ദൈവസഭ എന്ത് ചെയ്തു? ദൈവജനം എന്ത് ചെയ്തു? ഞാൻ അറിയാതെ പോലും അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തിന്? അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? കർത്താവേ, ഈ മനുഷ്യനിൽ ക്രിസ്തു ഉരുവാകണമേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ക്രിസ്തു ഉരുവാകുവോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവവേദനപ്പെടുന്നു. പൗലോസ് ഗലാത്യ സഭയോട് പറഞ്ഞ പോലെ എന്റെ നാട്ടിലുള്ള എന്റെ നാട്ടുകാർ, എന്റെ നാട്ടിലെ വിശ്വാസികൾ, ദൈവമക്കൾ, അവരുടെ പ്രാർത്ഥനയിൽ, അവരുടെ കുടുംബ പ്രാർത്ഥനയില്, അവരുടെ സഭയില് അവർ പരസ്പരം കാണുമ്പോൾ, എന്നെ കാണുമ്പോൾ അവർ പറഞ്ഞെന്താ? കർത്താവ്, ഈ മനുഷ്യന്റെ ഉള്ളിൽ പാപത്തിന്റെ പ്രമാണമുണ്ട്, പാപമാണ് ഇവനെ തലപൊക്കുന്നത് കൊണ്ട് ഇവരിൽ ക്രിസ്തു ഉരുവാകൂടം അവർ എനിക്ക് വേണ്ടി പ്രസവവേദനപ്പെടുന്ന ഒരു സ്ത്രീയെ പോലെ രാവും പകലും സഭയായിട്ടും പ്രാർത്ഥിച്ചു, ഉപവസിച്ചും പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് എന്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവായതും പാപത്തിന്റെ പ്രമാണം എന്നിൽ നീക്കി പാപം എന്റെ ഉള്ളിൽ തല ഉയർത്താതെ ഞാൻ ആത്മാവിന് വിധേയപ്പെടാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരി, പാപത്തിന്റെ പ്രമാണം നിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. നീ നിന്റെ അമ്മായിമ്മ ചവിട്ടാൻ കാലെടുക്കുമ്പോൾ, അമ്മായിമ്മ തൊഴിക്കാൻ കാലെടുക്കുമ്പോൾ അവരെ നീ അസഭ്യം വിളിച്ച് പറയുമ്പോഴല്ലോ, ചൂടും കിട്ടുമായിട്ട് ചെല്ലുമ്പോൾ, ഓലക്കി എടുത്തോണ്ട് ചെല്ലുമ്പോഴല്ലോ, അവരുടെ മുഖത്ത് ചെളിവാരി എറിയുമ്പോഴല്ലോ, നിന്റെ ഉള്ളിൽ പാപത്തിന്റെ പ്രമാണമുണ്ട്. അമ്മായിമ്മമാരോട് പറയട്ടെ, മരുമക്കൾ വീട്ടിലേക്ക് വരുന്ന മരുമക്കളെ സ്നേഹിക്കാൻ കഴിയാത്ത സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ്, സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞ്, അവർ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞ് അവരെ ആക്രോശിച്ച് അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന, ഭവനത്തിനകത്ത് കലക്കം സൃഷ്ടിക്കുന്ന ഈ അമ്മായിമ്മമാരോട് പറയട്ടെ, നിന്റെ ഉള്ളിൽ പാപത്തിന്റെ പ്രമാണം, അത് പാപം നിന്റെ ഉള്ളിൽ തലപൊക്കുന്നുണ്ടോ നിനക്ക് സ്നേഹിക്കാൻ പറ്റാത്തത്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെയൊക്കെ ചില അമ്മായിമ്മമാരുണ്ട്, അവരോടൊക്കെ സംസാരിക്കും, പറയും, അവളങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ രീതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. എന്ന് പറഞ്ഞാൽ അത്രയും പുച്ഛമായിട്ടാണ് മരുമോളെയൊക്കെ കാണുന്നത്. രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണെങ്കിൽ പോലും പാപത്തിന്റെ പ്രമാണം നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ്. അത് ചില സമയത്ത് തല ഉയർത്തുമെന്നാണ്. സ്തോത്രം. സഹവിശ്വാസിയെ കാണുമ്പോൾ, ഹല്ലേലൂയ, അടുത്ത സഭയിലെ വിശ്വാസിയെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഈ പാപത്തിന്റെ പ്രമാണം കൊണ്ട് ഉയരാൻ തുടങ്ങും. മാനസാന്തരപ്പെടണം കേട്ടോ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അതുകൊണ്ടാണ് ഗലാത്യ സഭയിലെ അധാർമികമായ ജീവിതത്തിൽ കിടക്കുന്ന ജനത്തിന്റെ സ്വഭാവത്തെ നീക്കിക്കളഞ്ഞിട്ട് അവരുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുവാൻ വേണ്ടിയിട്ട് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ അതും നാം ദൈവത്തിന് പറഞ്ഞു ഹല്ലേലൂയ അനുസരിക്കണം. ഈ ഗലാത്യ സഭ എന്നൊക്കെ പറഞ്ഞത്, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, നമ്മൾ ക്രിസ്തുവിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ ബുദ്ധിയില്ലാത്ത ഗലാത്യരെന്നാണ്
അല്ലേലിയ. പൗലോസ് അല്ലെങ്കിൽ ഗലാത്യരെ വിളിക്കുന്നത് തന്നെ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന്. അല്ലേലിയ. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കണം. അല്ലേലിയ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഗലാത്യലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരിൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാണ്. യേശു ക്രിസ്തു യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി ഗലാത്യ സഭയുടെ കണ്ണു മുമ്പിൽ വരച്ച് കാണിച്ചിട്ടും പൗലോസ് നിങ്ങൾ ശുദ്രം ചെയ്ത് മയക്കിയതാണ്. ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചതുപോലെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? അല്ലേലിയ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത്. അല്ലേലിയ. ഈ ഒരു അനുഭവത്തിനാണ് പൗലോസ് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വീണ്ടും നമ്മൾ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 7-ാം അധ്യായം 20-ാമത്തെ വാക്യമായി, ഞാൻ ഇച്ഛിക്കുന്നതിന് ചെയ്യുന്നുവെങ്കിലും അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം ഞാൻ കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രസിക്കുന്നുവെങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ കാണും. എന്റെ അവയവങ്ങൾ കാണും. എന്റെ അവയവങ്ങളുടെ പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അപ്പം പൗലോസിന്റെ ഉള്ളിലുള്ള പാപത്തിന്റെ പ്രമാണത്തിന് പൗലോസിനെ ബദ്ധനാക്കി കളയുന്നു. നിങ്ങളും അങ്ങനെയൊക്കെയാ കേട്ടോ. രക്തം ചെയ്യും. എന്നിട്ട് ഈ മനുഷ്യൻ പറയുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഒരു പറയാൻ നിലവിളിക്കുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരും വിടുവിക്കും? അല്ലേലിയ. അങ്ങനെ നിലവിളി ഉയരണം കേട്ടോ. മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് പറഞ്ഞാൽ ഈ വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ ഒരു തന്റെ അനുഭവം എന്ന നിലയിൽ മാത്രമല്ല, പാപവും ന്യായപ്രമാണവും നിമിത്തം നിരാശനായി തീർന്ന ഒരുവന്റെ വാക്കുകളായിട്ടാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. പാപത്തിൽ, ശാപത്തിൽ, അക്രമത്തിൽ, അതിക്രമത്തിൽ നിരാശനായി തീർന്ന ഒരു മനുഷ്യന്റെ ജീവിതാനുഭവത്തെ മുൻനിർത്തിയാണ് പൗലോസ് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിനധീനമായ ശരീരത്തിൽ ആറിനെ വിടുവിക്കും രക്തം ചെയ്യുന്ന പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ക്രിസ്തു നിന്റെ ഉള്ളിലില്ലാത്തടത്തോളം കാലം പാപത്തിന്റെ പ്രമാണം നിന്റെ ഉള്ളിൽ വസിക്കുന്നു. അത് സമയാസമയങ്ങൾ എഴുന്നേറ്റ് വരും. നിനക്കാരുടെങ്കിലും ഇടർച്ചയുണ്ടെങ്കിൽ, പിണക്കുണ്ടെങ്കിൽ, അവരോട് സ്നേഹക്കുറവുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ നിന്റെ ഉള്ളിൽ ആ പാപത്തിന്റെ പ്രമാണം എഴുന്നേറ്റ് വരും, രക്തം ചെയ്യും. അങ്ങനെ പാപത്തിന്റെ പ്രമാണം എഴുന്നേറ്റ് വന്ന് നീ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉരുവാകണമെന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങൾ വലിയ മാന്യരായിട്ട് നടക്കുന്ന വ്യക്തിയ, പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. നാട്ടുകാർ നിങ്ങളെ തോളിലേറ്റിക്കൊണ്ട് നടക്കാൻ കാണും. പക്ഷെ പാപത്തിന്റെ പ്രമാണം നിന്റെ ഉള്ളിലുണ്ട്. പാപത്തിന്റെ പ്രമാണം നിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നീ സ്വയം പൊങ്ങച്ചക്കാരനായി മാറുന്നത്, സ്വയം അഹങ്കാരിയായി മാറുന്നത്. ഞാൻ എന്നുള്ള പാപം, എനിക്കെന്നുള്ളത്, എന്റേതെന്നുള്ളത് നിന്റെ ഉള്ളിൽ വളരുന്ന സ്വയത്വം എന്ന് പറയുന്ന പാപത്തിന്റെ പ്രമാണം തലയുയർത്തുന്നത് കൊണ്ടാണ് നിന്നെ എല്ലാരും ബഹുമാനിക്കണമെന്ന് നീ പറയുന്നത്. അല്ലേലിയ. നിന്റെ ചിന്ത എന്താ? എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എന്നെ എല്ലാവരും ആദരിക്കണം. അല്ലേലിയ. ഞാൻ ഏറ്റവും വലിയ. അത് പാപത്തിന്റെ പ്രമാണം നിന്റെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാ. അതുകൊണ്ട് ആ പാപത്തിന്റെ പ്രമാണത്തെ നിന്റെ ഉള്ളിൽ നീക്കണമെങ്കിൽ യേശു ക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിക്കണം. പ്രേസ യേശു നിന്റെ ഉള്ളിൽ ജനിച്ചു കഴിയുമ്പോൾ യഥാർത്ഥ സത്യ ആരാധന എന്താണെന്ന് നിനക്ക് മനസ്സിലാകും. അല്ലേലൂയ. രക്തം ചെയ്യാം. അതുകൊണ്ട് പാപത്തിന്റെ പ്രമാണവും അല്ലേലൂയ ആത്മാവിന്റെ പ്രമാണവും തമ്മിൽ ഒരിക്കലും യോജിക്കത്തില്ല. പ്രൈസലോ. എന്നിട്ട് പൗലോസ് പറയാണ്, അല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. 19-ാം വാക്യത്തിൽ പറയുന്നത്, റോമലേഖനം 7:10 പറഞ്ഞ വാക്യത്തിൽ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാനാകുന്നില്ല എന്ന് പറയുന്നു. പത്രോസിനും പൗലോസിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ എത്രമാത്രം കരുത്തുള്ളവരായിരിക്കണം. അപ്പോസ്തലനെ അയക്കുന്ന പത്രോസിനും പൗലോസ് തുടങ്ങിയവർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ട് നമ്മളെപ്പോലൊരു എത്രമാത്രം നിലവിളിച്ച് കരയണം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവൻ വിടുതൽ പ്രാപിക്കാൻ കർത്താവിനെ അഭയം പ്രാപിച്ചേ മതിയാവൂ.
ഈ പാപത്തിന്റെ പ്രമാണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നിടത്തോളം കാലം അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കണം. പാപത്തിന്റെ പ്രമാണത്തെ നീക്കി നിന്നെ വിശുദ്ധ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ചില മനുഷ്യർക്ക് പെട്ടെന്ന് കോപമുണ്ടാവും, പെട്ടെന്ന് ദേഷ്യം വരും. ചിലരുടെയൊക്കെ എന്തു പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം, കോപം, ആമയൊക്കെ വരും. എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ, നിന്റെ ഉള്ളിൽ പാപത്തിന്റെ പ്രമാണം. ചില വീട്ടിലേക്ക് ഇന്ന് ഭാര്യ എന്തിനു ചോദിച്ചാൽ ഭർത്താവ് ആക്രോശത്തോടെ, മക്കൾ എന്തിനു ചോദിച്ചാൽ മക്കളെ അല്ലെങ്കിൽ മക്കളോട് തന്നെ ചില കാരണവര അല്ലെങ്കിൽ പുലിയുടെ സ്വഭാവം മക്കളോട് തന്നെ കാണിക്കുന്നത്. അങ്ങ് അല്ലറ വിളിക്കുന്നേ. ചില വീട്ടിൽ ചില മക്കളൊക്കെ എന്ത് ചെയ്യും, അങ്ങ് ഓളിയിടും. ചില നായ്ക്കൾ ഓളിയിടുന്നത് പോലെ ഓളിയിടുന്ന കാണത്തില്ല ചില വീട്ടിലെ പിള്ളേരെ. എന്തുകൊണ്ടോ? പാപത്തിന്റെ പ്രമാണം. ഒരുപക്ഷെ നീ രക്ഷിക്കപ്പെട്ട് ധ്യാനപ്പെട്ട് സഭയിൽ പോകുന്നവരാ, അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പം അവൻ ഓടിയിടുന്ന ഘട്ട അയൽവാസികൾ പോലും ഓടിക്കൂടുമെന്ന്. അല്ലേ? എന്താ അത്ര പാപത്തിന്റെ പ്രമാണം? വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല. ആത്മാവിന്റെ അല്ലെങ്കിൽ പ്രമാണം അവന്റെ ഉള്ളിലുണ്ടെന്ന് അവൻ നടിക്കുമ്പോൾ തന്നെ പാപത്തിന്റെ പ്രമാണം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിന്റെ പേരുണ്ട്. ചില വീട്ടിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടുത്തെ സഹോദരന്മാരും എഴുന്നേറ്റേക്ക് വിട്ട് ആക്രോശത്തോടെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് പള്ളി വന്ന് കൈയടിച്ച് പാട്ടുപാടുകയും ചെയ്യും. പാട്ടുപാടി ഭയങ്കര മറുപാട്ടൊക്കെ പറയുകയും ചെയ്യും. അല്ലേ? എന്ത് പ്രമാണമാണ് ഉള്ളിലുള്ളത്? ഏത് പ്രമാണമാണ്? ഏത് ആത്മാവാണ് ഉള്ളിലുള്ളത്? ഇതുകൊണ്ടാണ് ഗലാത്യസഭയുടെ പൗലോസ് പറഞ്ഞത്, ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉരുവാകണം. പ്രൈസ് ഹല്ലേലൂയ. ഇന്ന് സഭയ്ക്കകത്ത് കസേരയ്ക്ക് വേണ്ടി തമ്മിലടിക്കുക, സഭയ്ക്കകത്ത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സഭയുടെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര കടിവടിയായി. എന്താ? പാപത്തിന്റെ പ്രമാണം നിന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അധികാര ഭ്രാന്ത് നിന്റെ ഉള്ളിൽ കയറുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പാപത്തിന്റെ പ്രമാണം അത് തലവരെ നിനക്ക് അധികാരം വേണം. അധികാരത്തിന് നീ എന്തും ചെയ്യും. സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ടതാ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ശരീരം. പൗലോസ് പറഞ്ഞത്, നീ അരിഷ്ട പാപത്തിന് അധീനമായ പ്രമാണം നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നീ അധികാരത്തിന് വേണ്ടി ഓടുന്നത്. ചിലരെ എപ്പോഴും ഉയർത്തി പറയണം. എപ്പോഴും അവർക്ക് നമ്മൾ ഓശാന പാടിക്കൊണ്ടിരിക്കണം. അല്ലേലിയ, അതവർക്ക് ഇഷ്ടം കേട്ടോ. അല്ലേലിയ. 4 പേരുടെ മുമ്പിൽ ഞങ്ങളുടെ അച്ഛനാരാ, ഞങ്ങളുടെ പാസ്റ്ററാരാ, ഞങ്ങളുടെ പുരോഹിതനാരാ, ഞങ്ങളുടെ അമ്മാമ്മ എന്നൊക്കെ ചിലര്. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ക്രിസ്തുവിന്റെ ഉള്ളിൽ ജനിക്കുന്നില്ല എങ്കിൽ നിന്റെ അന്ത്യം നരകമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അപ്പൊ അധികാരത്തിന് വേണ്ടി സഭയ്ക്കകത്ത് ചില സഭയിൽ ചെന്ന് കഴിഞ്ഞ സഭയുടെ ഫുൾപിറ്റ് പാസ് എന്ന് പ്രസംഗിത ഇടത്തം വലത്ത് ഒരു 6 ചെയർ ചെയ്തിട്ടിരിക്കുക. മൊത്തം 12 ചെയറുകളാണ്. എന്താ? പാസും ബാക്കി അപ്പോസ്തലർ, യേശുവും 12 ശിഷ്യന്മാരെന്ന് പറഞ്ഞ പോലെ യേശു 12 അപ്പോസ്തലന്മാരെ പറയാം. പാസും 12 അപ്പോസ്തലന്മാർ. ഒരു സീറ്റെങ്ങാണ് കുറഞ്ഞ ആരെങ്കിലും ഒരു സീറ്റെങ്ങാണ് മാറി ഇരുന്ന് പോയെങ്കിൽ, ഇനി ഒരു ഗസ്റ്റ് വന്ന് യാദൃച്ഛികമാണ് അറിയാതെ കസേരയിൽ നിന്ന് കയറി ഇരുന്നെങ്കിൽ ആ അപ്പോസ്തലന്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന്. ഹല്ലേലൂയ. പാപത്തിന്റെ പ്രമാണം. അല്ലേ? ചിലരും ഇന്നും 3 ദിവസം ഉപവസിക്കും, 7 ദിവസം ഉപവസിക്കും, 21 ദിവസം 40 ദിവസമൊക്കെ ഉപവസിക്കുന്നവരുണ്ട്, ഉപവാസം കൊണ്ട് തന്നെ നിൽക്കുന്നവരുണ്ട്. പക്ഷേ സഹോദരനെ കൊണ്ടോട് സ്നേഹിക്കാൻ കഴിയത്തില്ല. സഹോദരനെ കാണുമ്പോൾ അപ്പോൾ തന്നെ പിറുവിറുക്കാൻ തുടങ്ങും. അപ്പൊ ഉപവസിക്കുകയൊക്കെ ചെയ്തതാ, പക്ഷെ പാപത്തിന്റെ പ്രമാണം നീങ്ങിപ്പോയില്ല. അല്ലേ? ചിലരങ്ങനെ ഭയങ്കര ഉപവാസം പ്രാർത്ഥനയാണ്, പക്ഷേ സഹവിശ്വാസത്തിലെ കാണുമ്പോഴത്തേനും ദൂരെ അടുത്ത സഭയിലെ പാസ്റ്ററെ കാണുമ്പോഴത്തേനും പിറുവിറുപ്പാൻ തുടങ്ങും. അല്ലേ? നീ ഉപവസിച്ചും പ്രാർത്ഥിച്ചൊക്കെ ശരിയാ, പക്ഷെ പാപത്തിന്റെ പ്രമാണത്തെ നീ മരിപ്പിച്ചില്ല. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. അതുകൊണ്ട് സ്വതന്ത്ര വചനം പറയുന്ന ആത്മാവിലാഷം. ഹല്ലേലൂയ. ജഡത്തിനും ജഡാഭിലാഷം നമ്മൾ വിരോധം പറയുന്നത്. 2 സ്വഭാവം നിന്റെ ഉള്ളിൽ പാടില്ല. അല്ലെ? 2 സ്വഭാവം നിന്റെ ഉള്ളിൽ പാടില്ല. ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ നിന്ന് ജീവിക്കണം. 2 സ്വഭാവം നിന്റെ ഉള്ളിൽ വരുന്നത് പറയുന്നത് അത് 2 ശക്തികളാണ്. ഒരേ സമയം സാത്താനിന്റെ ഹൃദയത്തിൽ ഇരിപ്പിടം കൊടുക്കരുത്, ദൈവത്തിന് ഇരിപ്പിടം കൊടുക്കരുത്. നിന്റെ ഉള്ളിൽ സാത്താനല്ല വസിക്കേണ്ടത്, ദൈവാത്മാവ് വസിക്കേണ്ടത്. അല്ലേലൂയ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നാം മടങ്ങി വരിക തന്നെ ചെയ്യണം. അല്ലേലൂയ. പാപം നിന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നീ ദൈവത്തോട് ചേരണം. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ.
ആത്മാവിനെ അനുസരിച്ചാൽ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. രക്തം ചെയ്യും ഹല്ലേലൂയ. ജഡം നിന്റെ ഉള്ളിൽ എഴുന്നേക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ജഡത്തിൽ ഒരുപാട് മോഹമുണ്ട്. ഹല്ലേലൂയ. ജഡത്തിനുണ്ടാകുന്ന മോഹം എന്ന് പറഞ്ഞ ഗർഭം ധരിച്ചത് പാപത്തെ പ്രസവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞത്. അതേ, ജഡമനുഷ്യൻ നിന്റെ ഉള്ളിലുള്ളിടത്തോളം കാലം നിനക്ക് ആത്മീയമായി വളരാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്റെ ഉള്ളിലെ ജഡത്തിന്റെ ആത്മാവിനെ നീക്കിയിട്ട് രക്തം ചെയ്യും. നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ചില ഭവനത്തിൽ ചെന്ന സമാധാനത്തോടെ അവർക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എന്താ, ഭർത്താവ് നാട്ടിൽ കിടക്കുന്ന ഉള്ള വിഷമെല്ലാം കൂടെ അടിച്ചു കയറ്റിയിട്ട് വീട്ടിൽ വന്നിട്ട് ഇന്ന് വെറൊരു ചട്ടിയും പാത്രവും കലവും വെച്ച ചോറും ഒക്കെ എടുത്തെറിയും. ഹല്ലേലൂയ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ മദ്യം ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ മനുഷ്യന്റെ സുബോധം നഷ്ടപ്പെടും. മദ്യം ചെന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ സുബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വീട്ടിലേക്ക് ഒരു ഭാര്യയെ കാണുമ്പോൾ ശത്രുവിനെ കാണുന്ന പോലെ, മക്കളെ കാണുമ്പോൾ ശത്രുവിനെ കാണുന്ന പോലെ, അപ്പനെ കാണുമ്പോൾ അമ്മയെ കാണുമ്പോൾ ശത്രുവിനെ പോലെ, സഹോദരനെ സഹവിശ്വാസികളെ അയൽവാസിയെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, ശത്രുക്കളെ കാണുന്ന പോലെ. ഉള്ളി കിടക്കുന്നതാ ഈ വിഷം. അല്ലെങ്കിൽ വിഷം നിന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം. എന്താ വിഷം? ഈ മദ്യം. വിഷം നിന്റെ ഉള്ളിലുള്ളിടത്തോളം കാലം നിന്റെ ഉള്ളിൽ ജഡത്തിന്റെ പാപത്തിന്റെ പ്രമാണമാണ്. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇന്നത്തെ സകല ജനങ്ങളും ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ അകപ്പെട്ട് ദൈവമായി യാതൊരു ബന്ധവുമില്ല. 24 മണിക്കൂറും മൊബൈലിലും കമ്പ്യൂട്ടറും ഇന്റർനെറ്റിലും ഒക്കെ സമയം ചെലവഴിച്ച് ടിവിയുടെ മുമ്പിലൊക്കെ സമയം ചെലവഴിക്കുന്ന എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പാപത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ പാപത്തിന്റെ ശക്തി നിന്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണ് നീ അതിന് അടിമപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. മൊബൈലിനും കമ്പ്യൂട്ടറിനും ഇന്റർനെറ്റിനും അതുപോലെ വാട്സപ്പിനും ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും മെസ്സഞ്ചറിനും യൂട്യൂബിനും ഒക്കെ നീ അടിമപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ്? അശ്ലീലമായതിനൊക്കെ നീ അടിമപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ പാപം വസിക്കുന്നുണ്ടാണ്. ഒരിക്കലും എന്നെ കാണാനായിട്ടൊരു ചെറുക്കൻ വന്നു കേട്ടോ. ഒരു ചെറുക്കൻ. ഹല്ലേലൂയ. ചെറുക്കൻ എന്ന് പറഞ്ഞാൽ അവന് 10-24 വയസ്സൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അവൻ എന്തിനാ വന്നതെന്ന് വെച്ചാൽ അവന് എന്തോ സ്കൂളിന്റെ കൂപ്പണൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പൊ അവന് വഴിവെച്ച് കാണുമ്പോൾ പറയും, ചേട്ടാ രണ്ടൊന്നും എടുക്കണോ. ഞാൻ പറയും, എന്റെ മോനെ ഞാൻ എടുക്കാറില്ല, എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു ദിവസം അവന്റെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ വന്നു കേട്ടോ. അവന്റെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ തന്നെയല്ല താമസിക്കുന്നത്. ഞാൻ അടുക്കളയിൽ പണിയിരിക്കുക. എന്റെ മൊബൈൽ വേശയിരിപ്പുണ്ടായിരുന്നു. ഇവനെ കിട്ടിയ സമയം കണ്ട് എന്റെ മൊബൈല് എടുത്തു. ഹല്ലേലൂയ. ഞാനത് ഓരോ മെസ്സേജ് കേട്ടോണ്ട് ഓണാക്കി വെച്ചിരുന്നോണ്ട് അത് ഓണായിരിക്കും കൊണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ പെട്ടെന്ന് ആ മൊബൈൽ എടുത്ത് ഓണാക്കിയിട്ട് അവൻ കാണാവുന്ന കാര്യങ്ങളെല്ലാം യൂട്യൂബിലും കണ്ടു. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് വന്ന മൊബൈൽ, നീ എന്താണ് കാണിച്ചത് മൊബൈലില്? അപ്പം പറയാം, ഞാൻ ചുമ്മാ നോക്കിയതേ ഉള്ളൂ. പിന്നെ ഞാൻ എത്ര നാളുകൊണ്ട് എൻ്റെ മൊബൈലൊന്ന് ക്ലിയർ ആക്കിയെടുത്തത്. ക്ലിയർ ആക്കിയെടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ പലതും നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മൊബൈൽ കയറി വരുമെന്ന്. കാരണം നമ്മളെ ഇതിനെ അഡിക്റ്റ് ആക്കി മാറ്റും. എന്താ ഒറ്റ ചെറുക്കൻ ചെയ്ത പരിപാടിയാണ്. എന്ന് പറയുന്നത് നിന്റെ മൊബൈലിനകത്ത് നിന്നെ നശിപ്പിക്കുന്ന, നിന്നെ ഇല്ലായ്മ ചെയ്യുന്ന അശ്ലീലമായതൊക്കെ കടന്നു വന്നിട്ട് നിന്റെ കണ്ണുകൾക്ക് ഇമ്പം തന്ന് നിന്നെ പാപത്തിലേക്ക് തള്ളിയിടും. ഹല്ലേലൂയ. പിശാച് നിന്നെ പാപത്തിലേക്ക് തള്ളിയിടാൻ ആഗ്രഹിക്കുന്ന കാരണം നരകത്തിന് ഒരുപാട് ആളുകളെ ആവശ്യമാണ്. ഹല്ലേലൂയ. അവൻ ദൈവം ആദ്യ മനുഷ്യനായിരുന്ന ആദമിന്റെയും ഔവയുടെയും മകനായിരുന്ന കായീൻ എന്ന് പറയുന്ന സ്വന്തം സഹോദരനെ കൊന്ന കായീൻ എന്ന് പറയുന്ന ദുഷ്ടൻ, ആ കുലപാതകനടക്കം അവൻ നരകത്തിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീണ ലൂസിഫർ അടക്കം അവരുടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക. അവിടെ സാത്താൻ ഒരുപാട് ആളുകൾ നരകത്തിലേക്ക് വേണം. ആ നരകത്തിലേക്ക് അനുഭവത്തി ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി നിന്റെ ശരീരത്തിൽ പാപം കൊണ്ടെത്തരും. പാപത്തിന് നിന്നെ അടിമപ്പെടുത്തിയിട്ട് നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കും. അവസാനം നിന്നെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. അവസാനം എന്തിനാണ് ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ഗെയിമൊക്കെ കളിച്ചിട്ട് ആ ഗെയിമിനെ അനുകരിക്കാൻ വേണ്ടിയിട്ട് അവരെ അതുപോലെ ചെയ്ത് തൂങ്ങി മരിക്കുന്നു, വിഷം കുടിക്കുന്നു, കൈ മുറിക്കുന്നു, കാല് മുറിക്കുന്നു, സാഹസ്യങ്ങളൊക്കെ എത്രയും ആളുകളാണ് മരിച്ചത് ഗെയിം കണ്ട്. ഹല്ലേലൂയ.
പിശാച് ഇതിനെ തകർക്കും. ഹല്ലേലൂയ. ഇപ്പൊ നല്ല ഈ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒഴുകുന്ന പുഴയുടെ അരികിലൊക്കെ ചെന്ന് നിന്നിട്ട് വെള്ളച്ചാട്ടിലൊക്കെ ചാടി റീൽസ് എടുക്കുക. ഇന്നാളെ തന്നെ ഒരു പെൺകുട്ടി കണ്ടില്ലേ, ഒഴുകുന്ന വലിയ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് അമ്മേ ഈ ഫോട്ടോ ഒന്ന് എടുത്തേണമെന്ന് പറഞ്ഞ് നിൽക്കുക ചെയ്ത് കാല് വഴിക്കാൻ പോയി. കാല് വഴി പോയപ്പോൾ പിന്നെ നിലവിളിക്കുക സ്വന്തം തള്ളയുടെ മുമ്പിൽ വെച്ച. എന്താ, മോൾക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് മോൾ വെള്ളത്തിൽ കാലങ്ങ് വഴുതിപ്പോയി. നിന്നെ പിശാച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ തന്ത്രങ്ങൾ വരെയും വിളനെ കേൾക്കുന്ന സഹോദര സൗരി, ഇന്ന് പകൽ നീ മാനസാന്തരം മടങ്ങുക. ഗലാത്യ സഭയുടെ പൗലോസ് പറഞ്ഞ പോലെ എന്റെ കുഞ്ഞുങ്ങളെ ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം, അല്ലെങ്കിൽ പ്രസവവേദനപ്പെടുന്നു പറഞ്ഞ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ജഗത്തിലെ പാപം മാറാൻ വേണ്ടി, പാപ സ്വഭാവം മാറാൻ വേണ്ടി ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസോ, ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യങ്ങൾ മാനസാന്തരപ്പെടണമെന്നാണ് ഇവിടെ വചനം പറയുന്നു. അല്ലുയ്യ, ഒരാൾ ദുഃഖത്തോടു കൂടി പറഞ്ഞു, എങ്ങനെയോ എന്നിൽ സ്തോത്രം എല്ലാ ദിവസവും പാപം കടന്നു വരുന്നു. ഒരു വർഷം പറയാം, ഒരു വർഷം ഒരു ദേവസ്ഥൻ, എൻ്റെ മാസം എല്ലാ ദിവസവും എനിക്ക് പാപത്തിന്റെ സ്വഭാവം എൻ്റെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ പാപസ്വഭാവം വന്ന് ഞാൻ പാപം ചെയ്യും. അല്ലേറിയ അങ്ങനെയൊക്കെ ആ മനുഷ്യൻ പറഞ്ഞു തന്നെ. അപ്പൊ ആ ദൈവദാസൻ പറഞ്ഞു, മോനെ നിന്റെ ഉള്ളിൽ പാപത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. സാത്താൻ നിന്റെ ഉള്ളിൽ പാപം തല ഉയർത്തിക്കൊണ്ടിരുമ്പോൾ നീ എന്നെ ഒതുക്കണം. നീ പാപത്തിൽ നീ ഒരു ദൈവത്തിന്റെ മകനാ, നീ ദൈവത്തിന്റെ മകളാ എന്നൊക്കെ എല്ലാവരെയും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണം. ക്രിസ്തുവിനെ അവരുടെ ഉള്ളിൽ ഉരുവാകണം, ക്രിസ്തു അവരുടെ ഉള്ളിൽ ജനിക്കണം. അതിനുവേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അനേക സഹോദരന്മാർ വൃത്തികെട്ട ചിന്തകൾ എന്നിൽ വരുന്നു, പാപമയമായ കാര്യങ്ങളിലേക്ക് എന്റെ ചിന്തകൾ പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അല്ലേരിയ. അതുകൊണ്ട് അപ്പോസ്തലനായ യാക്കോബ് ഭക്തൻ പറയുക, ഞാൻ പാപത്തെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വാഞ്ചിക്കപ്പെടുക. യാക്കോബിന്റെ ലേഖനം 1-15 വാക്യങ്ങൾ പറയുക. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഗലാത്യലേഖനം 4 അതിന്റെ 19 വാക്യമാണ്, എന്റെ കുഞ്ഞുങ്ങളെ ക്രിസ്തു നിങ്ങൾ ഉരുവാകൂളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്ന പൗലോസ് ഗലാത്യ സഭയോട് പറഞ്ഞ പോലെ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകൂളം, നിന്റെ ഉള്ളിലെ പാപത്തിന്റെ പ്രമാണം മാറി നീ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ ഉള്ളിൽ ജനിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വചനം കേട്ടിട്ട് നിന്റെ ഉള്ളിലെ പാപത്തെ നീ എടുത്തു കളയണം. ഇന്നും പാപത്തിന് അടിപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ സ്വതന്ത്രമാക്കണമേ, എനിക്ക് സ്വസ്ഥം നൽകണമേ, എന്റെ ശരീരത്തിൽ വസിക്കുന്ന പാപത്തിന് എനിക്ക് മോചനം നൽകണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചെറിയൊരും വലിയൊരും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേൽപ്പിക്കുകയാണ്. ചിന്തകളിൽ കൂടെ കടന്നു വരുന്ന പാപങ്ങൾ കർത്താവ് മനുഷ്യന്റെ പാപത്തിലേക്ക് നയിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇന്ന് പകൽ കർത്താവ് ഗലാത്യ സഭ പാപത്തിൽ നിറയപ്പെടുന്ന പൗലോസ് വളരെ മാനസികമായ ആത്മഭാരത്തോടെ ആ ഗലാത്യ സഭയിൽ ക്രിസ്തു ഉരുവാകൂളം പ്രസവവേദനപ്പെടുന്ന ഒരു മാതാവിനോട് തുല്യമാക്കി താൻ പ്രാർത്ഥന ഇട്ടിരുന്നത് പോലെ ദിവസം കർത്താവേ, ഈ ജനത്തിന് വേണ്ടി, ഞാൻ കേരളത്തിലെ 3.25 കോടി ജനത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി എണ്ണപ്പെടാത്തവർ നല്ല മദ്യത്തിന് മൈക്ക് ലഹരിക്ക് അടിപ്പെട്ടിടക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളി ഇന്ത്യയിലെ 145 കോടി ജനങ്ങൾ, ലോകരാജ്യം 800 കോടി ഞങ്ങളുടെ അധികാരം പറഞ്ഞ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ മത സാമൂഹ്യ സംസ്കാര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവരെ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, ക്രമസമാധാന പാലകരെ, ശൈശവത്തിലും ബാല്യത്തിൽ കൗമാര യൗവനത്തിലും വാർത്തയിലും ഇവിടുത്തെ വശമായി ഓർഫിന്റെ ചോട്ടയിൽ തടവറയിലായിരിക്കുന്ന കർത്താവ്, ഇവിടുത്തെ മദ്യത്തിനും മയക്കു ലഹരിക്കും അടിയപ്പെട്ട് കിടക്കുന്ന സകല അശ്ലീലങ്ങളിലും അകപ്പെട്ട് കിടക്കുന്ന കുടുംബ തകർച്ചയും കുടുംബ വഴക്കം, കർത്താവ് അവിശ്വസതയും പാപത്തിന്റെ പ്രവർത്തികൾ, എല്ലാ ചൂതാട്ടങ്ങളിലും ഈ ജനം മടങ്ങി വന്ന് കർത്താവ് മാനസാന്തരപ്പെടുവാൻ, ക്രിസ്തു അവരുടെ ഉള്ളിൽ ഉരുവാകുവാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഈ ജനത്തിന് വേണ്ടി കർത്താവെ അപേക്ഷിക്കുകയാണ്. ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ട് നിത്യ നരകത്തിലേക്ക് പോകാതെ സകല ജനങ്ങൾ ക്രിസ്തുവിനുള്ളിൽ ഉരുവായി നിത്യജീവൻ അവകാശികളായി ദൈവരാജ്യത്തിന്റെ മക്കളായി തീരും ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകലത്തിന് പേര് നീതി വെളിപ്രദമായി സകല മഹത്വം ദൈവമക്കൾ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലും ബാംഗ്ലൂർ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവി നശിച്ചുകൊണ്ട് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ദാസ്യദാസന്മാരെ അനുഗ്രഹിക്കണമേ. തീവ്രവാദങ്ങൾ, ഭീകരവാദം, വർഗീയതയും രക്തചൊരിച്ചിലും പെരുകുന്ന ഈ കാലഘട്ടത്തിൽ സ്ഥാനമാനങ്ങൾക്ക്, അധികാരങ്ങൾക്ക് വേണ്ടി രക്തചൊരി നടത്തുന്ന ഈ കാലഘട്ടങ്ങളിൽ കർത്താവിച്ചനം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വിളിയേറെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.